അങ്ങനെ ഗായ്സ് നമ്മുടെ അന്ന ചേച്ചി ആൻഡ് അന്ന ചേച്ചി ഹലോ പറയൂ. ചേച്ചി ഹലോ പറയൂ. അങ്ങനെ നമ്മുടെ അന്ന ചേച്ചി രഞ്ജി ചേച്ചിയും വന്നിരിക്കുകയാണ്. ചിരിക്കോട്ട് ചിരി വരട്ടെ ബാ. അങ്ങനെ രഞ്ജി ചേച്ചി നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ചേച്ചി? ഗായ്സ് എനിക്ക് ഗിഫ്റ്റ്. ഓ താങ്ക് യു. അങ്ങനെ ഗായ്സ് നമ്മുടെ രണ്ടുപേരുടെയും ഗിഫ്റ്റ്. പറ എന്നെ കുറിച്ച് 2 വാക്ക് പറ. എന്റെ ബർത്ത്ഡേ അല്ല അപ്പൊ എന്നെ വളരെ നല്ല കുട്ടിയാണ്. ചേച്ചിക്ക് പറയാൻ വല്ല വാക്കുകൾ എന്നെ കുറിച്ച് നല്ലത് ചേച്ചിക്ക് നാണം. അപ്പൊ ഗായ്സ് ഞാൻ വ്ലോഗ് തുടങ്ങിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ തുടങ്ങി. ഐശ്വര്യമായിട്ട് നമ്മൾ അന്യനെ കാണിച്ച് നമ്മുടെ വ്ലോഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അയ്യോ സോറി മറന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നശിപ്പിച്ചു. ഓ ഇതൊക്കെ മേടിച്ചെടുത്ത എനിക്ക് ഞാൻ മേടിച്ചു കണ്ട ഇതൊക്കെ കേക്ക് മുറിക്കുമ്പോഴാ അത് കുഴപ്പമില്ല. ഇനി അവര് തന്നാ പോരെ. അപ്പൊ അവര് തന്നോളൂ. അങ്ങനെ ഗായ്സ് അപ്പൊ നമ്മുടെ അപ്പം ഇൻട്രോയിലോട്ട് നമുക്ക് കിടക്കാം. അന്ന കമൺ ചേച്ചി. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ അന്ന. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ്? അന്നമ്മളുടെ ബർത്ത്ഡേ. യെസ് എന്റെ അതും എത്രാമത്തെ ബർത്ത്ഡേ? 15ാമത്തെ. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മുടെ അല്ല എന്റെ ബർത്ത്ഡേ വ്ലോഗാണ് ഇന്ന്. അപ്പൊ ഇവര് വന്ന കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ നമ്മുടെ പന്തൽ സെറ്റ് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ അന്വേഷിച്ച് പറഞ്ഞത്. ബട്ട് പന്തൽ സെറ്റ് അല്ല, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഫുഡ് വന്നേക്കണേണ്. നമ്മുടെ ഫുഡൊക്കെ ഇട്ട് അങ്കിയൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടാ നമുക്ക് ഫുഡ് ഇട്ട് പോവാം. ആ കാലം നിക്കാണ്ട് അങ്ങോട്ട് നമ്മുടെ ഇരിക്കാങ്ങോട്ട്. ഓക്കെ നമ്മൾ അന്ന ചേച്ചിനെ ഇരുത്തിരിക്കുകയാണ്. ചേച്ചി ചേച്ചിക്ക് നാണം മഞ്ഞ്. അപ്പൊ അങ്ക അവിടെ നമ്മുടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. റിയാമ്മ വരുന്നോണ്ടിരിക്കുന്നു നടന്നുണ്ട്. അമ്മ ചിരിച്ചൊരു ഹായ് പറഞ്ഞേ. ഹായ് പറയും. നല്ലൊരു ദിവസത്തിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? പറ. അമ്മക്ക് ഞാൻ ജനിച്ച ദിവസം, അമ്മ ഒരു അമ്മയായ ദിവസം പറ. എന്താന്ന് വെച്ചാ എന്നും ചിക്കൻ ഫ്രൈ ആ കഥ നമുക്ക് വേണം. നമ്മൾക്ക് ഈ വീഡിയോ എന്നും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും മാത്രം ചോദിക്കുന്ന നമുക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഈ ചിക്കൻ ഫ്രൈഡേയും പൊറോട്ടന്റെ കഥ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കുറച്ച് പേര് കൂടി വരാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവരോട് വന്നിട്ട് ബാക്കി നമുക്ക് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബർത്ത്ഡേ പ്രമാണിച്ച് എന്റെ ഫോട്ടോ ആൻഡ് വീഡിയോസ് എല്ലാം സ്റ്റോറി ഇട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ആൻഡ് ഇങ്ങനത്തെ കുറെ ഊള ഫോട്ടോ ഇട്ടേച്ചാൽ എല്ലാവർക്കും നന്ദി. പിന്നെ ഈ ഒരു വീഡിയോ നല്ല ഫോട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല, സ്റ്റോറി ഒന്നും ഇട്ടില്ലേലും പ്രശ്നവുമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ഇട്ടേക്കാന്ന് വെച്ചാൽ നമ്മുടെ സിജോങ്ങളാണ്. ആൻഡ് എനിക്കിട്ട് മുട്ട പണി തരത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ്. അപ്പൊ എന്തായാലും ഇത് കണ്ട എന്റെ ഇവിടുത്തെ ഇത് നോക്കിയാൽ മനസ്സിലാകും എന്തോരം സ്റ്റോറി മെൻഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും എനിക്ക് വേണ്ടി സ്റ്റോറി ഇട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അല്ല ഗായ്സ് നമ്മുടെ ജുവാന വന്നിരിക്കുന്നു. ഹലോ ഹലോ കേറ്. എങ്ങനെ വന്ന? ആറ് കൊടുത്തി വന്ന കൊച്ച് തപ്പട കൊടുത്തി വന്ന. ഫൈനലി നമ്മുടെ ജിൻസി ആന്റി ആൻഡ് ആനമ്മ നമ്മുടെ ജിൻസി ആന്റിയുടെ വക. എന്തുവാ ഇത്? എന്തുവാ? എനിക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് നമുക്ക് ഇവിടെ വെച്ചേക്കാം. അപ്പൊ നമ്മുടെ അംഗസംഖ്യ കൂടിയിരിക്കുകയാണ്. ജിൻസി ആന്റി ഈ ഒരു നല്ല ദിവസത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജിൻസി ആന്റി ഇപ്പൊ 5 വർഷമായി. 5 വർഷത്തിനുള്ളിലുള്ള എന്താ നല്ല ദിവസം പറ. ഞാൻ ആരാ? എങ്ങനെ എന്നെ കുറിച്ച് പറയാൻ? അല്ല എന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പറ. ആ വെച്ചേരാട്ടെ പോരാ. പപ്പ പറ. പപ്പ ഒരു ആദ്യമായിട്ടൊരു അപ്പനായതല്ലേ ഈ ഒരു ദിവസം. അപ്പൊ പപ്പ അല്ല ആശമ്മനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച. അപ്പൊ ഇനി പപ്പ പറ. നല്ലൊരു ദിവസം ആദ്യമായിട്ട് അപ്പനായത് ഞാൻ. അപ്പം പപ്പ ഒരു പപ്പ അല്ല പപ്പ ഒരു ഈ നല്ലൊരു ദിവസത്തിനെ കുറിച്ച് പപ്പക്ക് എന്താ പറയാനുള്ളത്? കണ്ടോ തന്നെ താനെ കോമഡി പറഞ്ഞിട്ട് കണ്ട് താനെ കൈയടിച്ചിരിക്കുന്നു. പറ. പറയട്ടെ. ഓക്കേ അപ്പം നമ്മളെ അടുത്ത ആൾക്കാർ കേട്ടു. ഇനി അമ്മക്ക് എന്താ പറയാനുള്ളത് എന്നെ കുറിച്ച്? ഇത്രയും 15 വർഷമായിട്ട് അമ്മക്ക് എന്താ പറയാനുള്ളത്?
കുഞ്ഞമ്മ പറമ്മ. ഞാൻ പറയാം അമ്മക്ക് എന്താ പറയാനുള്ളത് എന്നെ കുറിച്ച്? മകൾ വന്ന ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഇനി തങ്കച്ചാപ്പയോട് ചോദിക്കാം. തങ്കച്ചാപ്പേ, ഞാൻ വന്നിട്ട് 5 വർഷമായില്ലേ, തങ്കച്ചാപ്പക്ക് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളേ? ആ വേറെ സൽഗുണങ്ങൾ പേരക്കിടാവിന്റെ. ആ കണ്ട അപ്പാപ്പ ഞാൻ ഡയറ്റ് കൊടുക്കും, എന്തൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമല്ലേ. പിന്നെ കുഞ്ഞി അന്ന ചേച്ചിനെ കുറിച്ച് പറ. ഹാപ്പി ബർത്ത്ഡേ. കുഞ്ഞു മച്ചക്കാനും പറഞ്ഞ അന്ന ചേച്ചി ആരാന്ന് പറഞ്ഞ? അന്ന ചേച്ചി അന്ന ചേച്ചി സുന്ദരിയ. വേറെ പറ അന്ന ചേച്ചിക്ക് കുഞ്ഞിനെ എന്തോരം ഇഷ്ടാന്ന് പറഞ്ഞേ? പറ, ഇഷ്ടാന്ന് പറ. എന്താ? കൂടുതൽ ഇഷ്ടമാട്ടോ. അങ്ങനെ ഡ്രസ് മാറ്റി വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് രണ്ട് എനിക്ക് 2 ചിറകൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഇനി എന്റെ മുഖത്ത് കുറച്ച് മുഖമൊക്കെ കഴിക്കണം കൂടി ഇടണം. പിന്നെ ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ബർത്ത്ഡേ സ്പെഷ്യൽ എടുത്ത ഉടുപ്പാണ്. മറ്റേ ഉടുപ്പ് ഇത്തിരി ചീത്തയിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിട്ടത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഉടുപ്പ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. 2 ചിറകൊക്കെ ഉണ്ട് ഇങ്ങനെ പറന്ന് ഇനി അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ പരിപാടിയോട്ട് കിടക്കാം. കുറെ നാൾക്ക് ശേഷം നമ്മുടെ ആശാന്റെയും കുഞ്ഞു ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഒരു മോടത്തെ അവിടെ അല്ല, ആശാന്റിക്ക് ഒരു മോടത്തെ അന്ന ചേച്ചിക്ക് ഒരു മാരുവാ. നമ്മൾ കേക്കിന്റെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്തെടുക്കാൻ പോകുന്നു. കേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ കേക്ക് തുറന്നു കഴിയുമ്പോ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പൊ നമ്മള് മുറിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ വേണ്ടി പോണല്ല, നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോണാണ്. നമ്മുടെ ഹിജോങ്കിൾ ആൻഡ് ഫാമിലി വന്നിരിക്കുകയാണ്. കമോൺ ബെല്ലിനെ തുറക്കല്ലേട്ട്, ഞാൻ തിരിച്ചു കൊടുവേ. നമ്മുടെ സിജോങ്കിൾ പുതിയ മുഖങ്ങൾ സിജോങ്കിളുടെ അമ്മ, സിജോങ്കിളുടെ അപ്പൻ, പിന്നെ നമ്മുടെ റൂഹ. പിന്നെ നമ്മുടെ ചേച്ചി. നമുക്കൊരു കഥ പറയാനുണ്ട്. ആ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ മേല. പിന്നെ നമ്മുടെ റിജോങ്ങള്, താങ്ക് യു റിജോങ്ങള്, പിന്നെ റൂസ്. അങ്ങനെ നമ്മുടെ സിജോങ്കൾ എത്തിയിരിക്കുന്നു. കട്ട് ചെയ്തിട്ടില്ല വാവോര്. കട്ട് ചെയ്യാണ് നമ്മുടെ കുഞ്ഞു. കാര്യം പറയട്ടെ, എനിക്കിത് പണി തരത്തില്ലെന്ന് പറഞ്ഞിട്ട് പണി തന്ന ഒരാളാണ് ജീവിക്കുന്നത്. നമുക്ക് ഇങ്ങനെ നമ്മുടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് പരിപാടിയായിട്ട് കിടക്കാം. പിന്നെ എന്റെ ചേച്ചിയുടെ കഥ പറയാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മള് വേളാങ്കണ്ണി പോയപ്പോൾ റൂത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ റൂത്ത് ഇപ്പൊ നമ്മുടെ റൂത്തും നമ്മുടെ കുടുംബത്തിലുണ്ടല്ലേ. ഹലോ അജീഷ്.
എന്റെ മൂലൊക്കെ സൈഡാക്കി കളഞ്ഞാണ്, എന്നെ സൈഡാക്കി. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവസത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അന്നമോളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയും വിവേകവും സമൃദ്ധമായി അങ്ങ് ഈ മകളിലേക്ക് വർഷിക്കണമേ. പ്രത്യേകമായി ഈ കുടുംബത്തെയും ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഇവർക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അവരുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ KGF ഉണ്ടായിരുന്നു. ഇവിടെ കേക്ക് മുറിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു അന്ന ചേച്ചിക്ക് എടുത്ത് വായിച്ചു കൊടുക്ക്. അവള് തരും ആദ്യം. അന്ന ചേച്ചിക്ക് കുറച്ച് വെച്ചു കൊടുക്ക്. ചേച്ചി കൊടുക്ക്, ചേച്ചി കൊടുക്ക്, ചേച്ചി കൊടുക്ക്, ചേച്ചി കൊടുക്ക്, ചേച്ചി കൊടുക്ക്, ചേച്ചി വായിച്ചു. അന്ന ചേച്ചി കൊടുക്ക്. അതെ, മുറിച്ചു കൊടുക്കണ്ടല്ലോ. ചേച്ചി കൊടുക്ക്, ചേച്ചി കൊടുക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. കൊടുക്ക്, രണ്ടേ കൊണ്ടു. തരാം തരാം, സമയമുണ്ടല്ലോ. കേക്ക് കൊടുക്കാം, കേക്ക് കൊടുക്കാം, ആർക്കും കൊടുക്കാം. അതെ, വന്നുടനെ തന്നെ നമ്മൾ സിജോകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോയിൽ ഫുൾ സിജോകളായിരിക്കും. മസിൽ കാണാൻ വേണ്ടി ഈ ഷർട്ട് ഇട്ടിട്ട് വന്നു. ഇരിക്കേ, ബാ ബാ കാണാം, ബാ.
നമ്മുടെ ലിൻഡ ചേച്ചി നമ്മുടെ വീട്ടില് ആദ്യമായിട്ടല്ല വന്ന ആദ്യമായിട്ട് ക്ഷണിക്കാഞ്ഞതല്ല ലിൻഡ ചേച്ചി എന്താണ് ആ സമയത്ത് എന്തെടുക്കുമായിരുന്നു? ഡെലിവറി കഴിഞ്ഞിരിക്കുവായിരുന്നു. അപ്പം കൊച്ചിന് 10 മാസമായി. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ ഞാൻ ദേ വീടൊക്കെ കൊണ്ട് ചുറ്റി കാണിക്കട്ടെ അല്ലേ? ബാ, വീടൊക്കെ കണ്ടിട്ട് ഇറങ്ങി. വീട് എങ്ങനെയുണ്ട്? സൂപ്പർ. പക്ഷെ എനിക്ക് ഈ ഫോട്ടോ ഒക്കെ കഴിച്ചു വന്നുകൊണ്ടിട്ടേ പരിചയമുള്ളൊരു വീടുണ്ട്. ഇല്ല, പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉള്ള ആളാണല്ലോ. കഴിഞ്ഞ കൊല്ലോടെ സെലിബ്രേറ്റ് ആയിരുന്നു ബെല്ലിനെ കൊണ്ട് കേക്ക് മുറിച്ചത് പൂട്ടിയിട്ടില്ല. ഞാൻ മറന്നുപോയി. മറക്കുന്നീ അതാ അല്ലെന്നേ, ഇവര് പിള്ളേരുള്ളപ്പോ ഇറക്കി എന്തെടുക്കും? അങ്ങനെ നമ്മൾ സിജോങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് നമ്മൾ ബെല്ലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അഭ്യർത്ഥന പ്രമാണിച്ച് വാ. നമ്മളെ ബെല്ലിനെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. പാവം ബെല്ലിനെ നമ്മളപ്പുറത്തെ വീട്ടിൽ കൂട്ടിട്ട് നമ്മൾ പുറത്ത് കാണിക്കണം. കണ്ടാ വാ. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് പാപ്പ ഗിഫ്റ്റ് തന്ന ഒരാളാണ് ഇവള്. പക്ഷെ നമ്മൾ ബെല്ലന കേക്ക് മുറിക്കാൻ സമയത്ത് നമുക്ക് ബെല്ലന ഇതായിട്ട് നമ്മൾ മറന്നുപോയി. എന്നാലും നമ്മുടെ ബെല്ല നമ്മളിപ്പോ നമ്മള് ബെല്ലനെ കാണിച്ചു. ബെല്ല നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് 1 വർഷമായിരിക്കാണ്. ബെല്ലൊക്കെ സന്തോഷമുണ്ട് ബെല്ല? പിന്നെ കഴിഞ്ഞ കൊല്ലം അവിടെ ഫ്രണ്ടിൽ കൂടെ നിർത്തി, ഈ കൊല്ലം മുറിയിട്ട് പൂട്ടിയിട്ട് അവൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാരും കാലൊക്കെ പിടിക്കും. ഇപ്പോൾ ഭയങ്കര അക്രമകാരിയാണ്. അപ്പൊ ഞാൻ നിന്നെ പോലെ തന്നെ ചെറിയ ചെറ്റ സ്വഭാവം. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ അംഗ ബിരിയാണി എടുത്തോണ്ടിരിക്കുന്നു. നമ്മുടെ പരിപാടിയൊക്കെ അവസാനിച്ചു. നമ്മുടെ പിള്ളേർ സെറ്റ് കഴിച്ചോണ്ടിരിക്കുന്നു അല്ലേ? ശ്രുതി ഏറ്റവും അതിൽ ഏറ്റവും ചെറിയ കുഞ്ഞ് കഴിക്കുന്നു. ഇതില്ലേ വാ, എനിക്ക് വാ. ഗ്ലാസ് എവിടെ ഉണ്ട്? എടുത്തോ. എന്നെ വാനക്കണില്ല അമ്മേ. ആർക്കാ ഓയപ്പോ കാണാ? ഞാനിപ്പോ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേണ് അല്ലേ റുഹ? ഞങ്ങള് ഫുഡ് കഴിച്ചോണ്ടിരിക്കണേണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പണേ. ഉച്ചക്ക് ഒരു പൂരി മാത്രമാണ് കഴിച്ചത്. അപ്പൊ ഞാൻ ഒരു പൂരി മാത്രമേ കഴിച്ചുള്ളൂ. അപ്പൊ റുഹ പറഞ്ഞു ഞാനും ഒരു പൂരി മാത്രമേ കഴിച്ചുള്ളൂ. റുഹ കറക്റ്റ്. അങ്ങനെ ഗൈസ് നമ്മുടെ അന്ന ചേച്ചി പോകുവാണ്. പപ്പ അങ്ങോട്ട് പറയട്ടെ. എടോ താങ്ക് യു വന്നതിന്. രഞ്ജി ചേച്ചിക്കും താങ്ക് യു വന്നതിന്. നമ്മുടെ രഞ്ജി ചേച്ചി വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് എന്റെ. അതെന്താ? ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്തായാലും നമ്മളെ വിളിക്കുമ്പോ വരുന്നത് ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് ആണല്ലേ? അതെ. അപ്പം നമ്മുടെ എന്നെ പോണേണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ അള്ള പോയി നമുക്ക് വെയിറ്റ് ചെയ്യാം. റൂഹ കഴിക്കണില്ലേ? എന്താണ് വല്ല റൂഹനെ പിടിച്ചിട്ട് പോവാ? ഷോ കൊച്ചിനെ. എന്നെ ചേച്ചി മറ്റേ വീഡിയോ ഞാൻ യൂട്യൂബിനെ കുറിച്ച് അഭിപ്രായം എന്താ? നമ്മളെ പാളിപ്പോയ വീഡിയോ അയ്യോ എന്നൊക്കെ നാണം വന്ന്. ചേച്ചി പുറത്തേണ്ടാണ് കാരണം ഓടിച്ചു പോ. എടുത്തു പൊക്കോ. പറക്കണേ.
ടാറ്റാ ടാറ്റ പാറ്റ. നിൻസലി പോവാണ്. ടാറ്റാ ടാറ്റാ. നാളെ വരാം. ഓക്കെ ഓക്കെ. അങ്ക പോനാണോ? യെസ്. ഓക്കെ ബൈ. ടാറ്റാ ബൈ ബൈ. അന്നെ ടാറ്റാ. എത്ര വരെ? ടാറ്റാ. ക്ക് ചിക്കൻ ബിരിയാണി വായി വെച്ച് തീറ്റിച്ചോണ്ടിരിക്കണേണ് റിയാമ്മ. ലിൻഡ ചേച്ചി ഇപ്പൊ ഓടണം ഇപ്പൊ ഓട് പറയണേ. അടുത്ത ആൾ ഓർഡർ. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. അത് നമ്മുടെ ചാനലിൽ എന്തായാലും ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമ്മുടെ ചാനലിൽ ഷോർട്സിൽ വന്നിട്ടുണ്ട്. എല്ലാരും കേറി കാണാൻ മറക്കരുത്. റൂഹ എന്താ പറയണത്? എന്താ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? എടാ മോനെ പറഞ്ഞ. എടാ മോനെ പറഞ്ഞ. എടാ മോനെന്ന് പറഞ്ഞ. അപ്പൊ നമ്മള് റൂഹ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് തേരാപ്പാര നടന്നോണ്ടിരിക്കണ. സിജോങ്ങളും പിന്നെ കഴിച്ച് ദഹിച്ചിട്ട് ഒന്നുകൂടി കഴിക്കാൻ വേണ്ടി നടക്കണേണ്. നമ്മുടെ റൂത്താപ്പം അവിടെ ഇരുന്ന് ദേ ഇവിടുന്ന് തിത്തത്തെ കളിക്കുന്നു. യെസ്, അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിക്കാൻ ഇരുന്നിരിക്കുന്നു. എങ്ങനെ ഉണ്ടല്ലോ ചേച്ചി ബിരിയാണി? കഴിച്ചിട്ടില്ലല്ലേ? അല്ല എന്നാലും നമ്മൾ എടുക്കണ്ടേ അമ്മ? കഴിക്കി. ഓക്കെ സെറ്റ്. ബിരിയാണി എങ്ങനെയുണ്ട്? അങ്ങനെ ഗൈസ് ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണ്ടേ? ക്യാമറാമാൻ ഓൺ സിജോനൊപ്പം റിജോ, ലിൻഡ, റൂഹ, റൂത്ത്, അന്ന ക്യാമറമാൻ. 2 ക്യാമറമാന്മാര്. നമ്മുടെ ജോയ്സേന്റെയും ബെന്നനും റെന്നനും ഒക്കെ വന്നേക്കണേ അല്ലേ ജോയ്സേന്റെ? എന്തിനാ നമ്മൾ ഒത്തുകൂടിയേക്കുന്നേ? എന്തിനാ? അപ്പം ഇവരിപ്പോ വന്നതേ ഉള്ളൂ. ഇവര് കഴിച്ചോണ്ടിരിക്കുവാണ്. എന്റെ ഇവിടെ ചാനൽക്കാരൻ ഉറക്കത്തിന്റെ മൂഡിലെത്തി. ഇറങ്ങട്ടെ. സിജോങ്ങളാണെ പിന്നെ ഫുൾ കുട്ടികളുടെ മൈൻഡ് ആയത് കൊണ്ടിട്ട് പിന്നെ കൊച്ചുങ്ങളെ പോലെ കൊട്ടൊക്കെ നടക്കണേണ് അല്ലേ സിജോങ്ങളെ? അല്ലേ സിജോങ്ങള് കുട്ടികളുടെ മൈൻഡ് ആണെന്ന് പറഞ്ഞ. അതെ, ഞാനും സിജോങ്ങളെ തമ്മിൽ എന്ത് ബന്ധമാ സിജോങ്ങളെ? ബൈ ബൈയോ? അല്ല എടാ നമ്മുടെ എല്ലാരും പറയണത് എന്നുവെച്ചാ കൊറേ ഞാൻ പേഴ്സണലി അറിഞ്ഞതിൽ വെച്ച് ഞാൻ പറയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ റീച്ചായി ചേർന്നത് സിജോങ്ങളുടെ ഒരു മീശയൊക്കെ പിരിക്കുന്നുണ്ട്. ആരുടെ വീട്ടിൽ എപ്പോഴാ കാരണമെന്ന് പറയാൻ പറ്റിയത്? അല്ല മീശ മീശ പിരിച്ചാ നമ്മള് മീശ വന്ന പോലെ. അപ്പൊ സിജോങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് എന്നൊക്കെയാണ് ആൾക്കാരൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഊളമ്പാറ പിന്നെ സബ്സ്ക്രൈബേഴ്സ് എനിക്കറിയാൻ മേല. അപ്പൊ ഇതിപ്പോ ബർത്ത്ഡേ വ്ളോഗ് എന്ന് വെച്ചപ്പോ ഒരു ഫാമിലി വ്ളോഗായി മാറിയിരിക്കാനല്ലേ സിജോങ്ങളെ? കാര്യം പറയട്ടെ, സിജോങ്ങളെ എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ല മനസ്സിന്റെ ഉടമയും നമ്മള് കണ്ട് എത്ര നാളെ കണ്ടുമുട്ടിയിട്ട് നമ്മളെല്ലാവരും എത്ര വർഷം? ഇല്ല, അങ്ങനെയല്ല, കണ്ടുമുട്ടിയത് കുറെ നാളായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അത്രയും ചങ്കായിട്ട് ഇല്ല. 2 കൊല്ലം ആയിട്ടില്ല. നമ്മള് മറ്റേ ക്രിസ്മസിന്റെ ടൈമിലാണ് പെട്ട ദോസ്തുക്കളായത്. പിന്നെ അപ്പോഴാണ് നമ്മള് നമ്മുടെ സ്വഭാവം കണ്ട് പുറത്തോട്ട് ഇട്ട് കൊടുത്തത്. അപ്പൊ നമ്മള് വിളിച്ചപ്പോ തന്നെ നമ്മുടെ സിജോങ്ങൾ ഓടി മറ്റേ ട്രെയിനിന്റെ പുറകെ ഓടണ പോലെ ഓടി വരുന്നായിരുന്നു. നമ്മുടെ സിജോങ്ങൾ പോകുന്നു, ഇവരെല്ലാരും പോവുകയാണ് അല്ലേ സിജോങ്ങളെ? പൊന്നു
അറിയാലോ. ടാറ്റാ. ടാറ്റാ. ഓ അപ്പൊ പോയോ? ടാറ്റാ, ടാറ്റാ. ചെല്ല് ചെല്ല് ചേട്ടനോട് ചെല്ല്. ടാറ്റാ. 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 സന്തോഷം ഇവിടെ സന്തോഷം. അങ്ങനെ ഗായ്സ് നമ്മുടെ ലിൻഡ ചേച്ചി പോവാണ്. ചേട്ടാ ഇനി ഞങ്ങൾ കാണുവാണെങ്കിൽ ഇനി അല്ല കൊറേ നാൾക്ക് ശേഷമേ കാണുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ എപ്പോഴാ കാണണേ? ഒരാഴ്ച ഞങ്ങൾ വീട്ടിൽ ചെന്നായിരുന്നല്ലേ. അമ്മേ അമ്മേന്റെ മുടി. ഞങ്ങളൊരു ഹൈ പറഞ്ഞേ. ഹലോ. അതെ അവിടെ ഒരു കടവാവല് അടിവാവല് കടവാവല്. അതായത് ഇവര് ഇറങ്ങുവാണ്. അപ്പൊ നമുക്ക് ഇവരെ ഇനി യാത്ര ആക്കിട്ട് വരാം. പാട് പാട് പാട്. സൂര്യ യാത്ര പറയുന്നു. സുജോങ്ങളെ ചേച്ചാ ബൈ. റൂഹ അവിടെയാണ്. ബൈ. അവസാനത്തെ ബൈ. റൂഹ എന്തേ? ഫയർഫോഴ്സാ? ഓ ചേട്ടാ എന്താ കാര്യം? ആ മറിക്കല. അയ്യോ അമ്മേ. ഗായ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ആയിരുന്നു. അപ്പം കുറച്ചധികം ലേറ്റ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസം ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ ഇത് നമുക്ക് അടുത്ത പാട്ടിലിടാം, അടുത്ത വീഡിയോ ആയിട്ടിടാം. കാര്യം നമുക്കിപ്പോൾ തന്നെ വീഡിയോക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഇനി അതും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രയോജനം ഇല്ല, എല്ലാവരും കാണാണ്ട് പോകും. അപ്പം ഞാൻ വിചാരിച്ചു സെക്കൻഡ് പാർട്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, ഈ ദിവസം എന്ന് വെച്ചാൽ കുറേ പ്രത്യേകതകളുള്ള ദിവസമാണ്. പിന്നെ ആദ്യത്തെ പ്രത്യേകത ഞാൻ ജനിച്ച ദിവസമാണ്. അതെല്ലാം നമ്മുടെ ബെല്ലേനെ കിട്ടിയിട്ട് 1 വർഷമായി. ബെല്ലേനെ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്കാണ് കിട്ടിയത്. അപ്പോൾ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കഴിഞ്ഞ ബർത്ത്ഡേയുടെ വീഡിയോ. പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീടിൻ്റെ കല്ലിട്ടത് ഈ ഒരു ദിവസം തന്നെയാണ്. ഒരു 3 വർഷം മുന്നേ ആണ് നമ്മുടെ വീടിൻ്റെ കല്ലിട്ടത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു ദിവസമായിരുന്നു 13-ാം തീയതി എന്ന് പറയണത്. അപ്പം നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.